ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നൈറ്റി ഫ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഭാഗത്താണ് ഫ്ലീറ്റ് വരുന്നത്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 6.5 കൊടുത്തിരിക്കുന്നത്. 7.5 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേസ്റ്റിൻ്റെ അവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെ വരെയാണ് നമുക്ക് നിപ്പ് പോയിൻറ്റിൻ്റെ ഒരു തൊട്ട് ഇപ്പുറത്ത് വരെയാണ് നമ്മൾ ഫ്ലീറ്റ് കൊടുക്കുന്നത്. പിന്നീട് ഇവിടെ നമ്മൾ വിഡ്ത്ത് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഇവിടെ ഫ്ലീറ്റ് എടുത്ത് വരുമ്പോൾ കറക്റ്റ് നമുക്ക് അവിടെ ഷേപ്പിന് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് ചെയ്ത് വെട്ടാവൂ, കാരണം ഫ്രണ്ട് മാത്രമേ ഫ്ലീറ്റ് ഉള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് സെപ്പറേറ്റ് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. നെക്ക് സ്ക്വയർ നെക്ക് തന്നെയാണ്. കറക്റ്റ് വിഡ്ത്തിലാണ് ഞാൻ ചെസ്റ്റും വേസ്റ്റും എല്ലാം എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ അധികമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞുറിവിന് വേണ്ടിയുള്ള ആ ഫ്ലീറ്റ് എടുക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ അധികം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലീവ് കട്ട് ചെയ്യുന്നതാണ്. സ്ലീവ് നമ്മൾ ലെങ്ത് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 50 ഇഞ്ച് ലെങ്ത് മാത്രമേ ഞാൻ സ്ലീവ് ലെങ്ത് എടുത്തിട്ടുള്ളൂ, ബോഡി ലെങ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്ലീവിന് ഇത്രയും തുണി ബാലൻസ് കിട്ടി. ബോഡി ലെങ്ത് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആം ഹോൾ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവ് നമുക്ക് കൂടുതൽ കിട്ടും. ഇത് നമ്മൾ ലെങ്ത് നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് ചെസ്റ്റ് അളവിൻ്റെ അരയും കൂടെ കൂട്ടിയാണ് നമ്മൾ ആം ഹോളിൻ്റെ കർവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 4 ഇഞ്ച് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴത്തെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു, സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് സെയിം അലവൻസും കൊടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് എടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ട് വെക്കാനായിട്ട് സെപ്പറേറ്റ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ അകഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പതിച്ചടിച്ച് കൊടുക്കാം. നെക്ക് നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിതുപോലെ അയൺ ചെയ്ത് അകത്തോട്ട് മടക്കി അയൺ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഫ്ലീറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ ഇതുപോലെ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ കട്ട് ചെയ്യേണ്ട വേസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടുന്ന അളവാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ്, സെൻട്രൽ ഭാഗം മാത്രം നമുക്ക് ഫ്ലീറ്റ് എടുത്താൽ മതി. അപ്പം ഈ പോർഷൻ തൊട്ട് ഇവിടെ വരെയാണ് നമുക്ക് ഫ്ലീറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലീറ്റ് എടുത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഷേപ്പൊക്കെ വരച്ചിട്ടുണ്ട്. അതുവരെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് വേണ്ടത്. അപ്പോൾ അത് നോക്കി വേണം ഇവിടെ ഫ്ലീറ്റ് എടുത്ത് നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ കറക്റ്റായിട്ടുള്ള അളവെന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ പോർഷൻ വരെയാണ് സെൻറ്ററിൽ നമുക്ക് വേണ്ടത്. അപ്പം ഫ്ലീറ്റ് എടുത്ത് കൊടുക്കാം. ഇനി സെൻറ്റർ ഭാഗം ഞാൻ ഫ്ലീറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിതുപോലെ ഇങ്ങനെ അളവെടുത്ത് ഈ ഫ്രണ്ട് നമുക്ക് വെച്ചടിക്കേണ്ട ആ പീസ് ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ മടക്കി
ഇങ്ങനെ വെക്കുക. അപ്പം ഫ്ലീറ്റ് മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ, അതിൻ്റെ ആ വെട്ടിൻ്റെ ഭാഗം മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ലേസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലേസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഞാൻ ബാക്ക് പാർട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മടക്കി അടിച്ചിട്ടില്ല. ഇത് നല്ല വശവും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ മടക്കി അടിക്കാത്ത ഭാഗം ഫ്രണ്ടിൻ്റെ ബാക്കിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്ക് ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നൈറ്റി ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലീറ്റ് സെൻറ്ററിൽ ഫ്ലീറ്റ് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.